ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ് ആൻഡ് ഓർഗനൈസേഷൻ മാനേജ്മെൻറ്റിലെ 7ാമത്തെ ചാപ്റ്ററായ പബ്ലിക് എൻ്റർപ്രൈസസ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് പബ്ലിക് എൻ്റർപ്രൈസസ്? പബ്ലിക് എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഓൺ ചെയ്യുന്ന, ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലുള്ള, ഗവൺമെൻറ്റിൻ്റെ ഓണർഷിപ്പിലുള്ള കമ്പനികളെയാണ് നമ്മൾ പബ്ലിക് എൻ്റർപ്രൈസസ് എന്ന് പറയുക. അതായത് പബ്ലിക് എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലോക്കൽ ബോഡീസ്, അതായത് പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ, ഇങ്ങനെ ഏതെങ്കിലും ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലുള്ള ബിസിനസ്സിനെയാണ് നമ്മൾ പബ്ലിക് എൻ്റർപ്രൈസസ് എന്ന് പറയാം. എ പബ്ലിക് എൻ്റർപ്രൈസസ് ഈസ് എനി ഇൻഡസ്ട്രിയൽ, കൊമേഴ്ഷ്യൽ ഓർ സർവീസ് അണ്ടർടേക്കിംഗ് ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ സെൻട്രൽ, സ്റ്റേറ്റ് ഓർ ലോക്കൽ ഗവൺമെൻറ്. അതായത് ഈ ബിസിനസ് ഓൺ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും ഒന്നെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലോക്കൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ലോക്കൽ ബോഡീസ്. ഇവരെ ഓണർഷിപ്പിലും ഇവരെ മാനേജ്മെൻറ്റിലുള്ള ബിസിനസ്സിനെയാണ് പബ്ലിക് എൻ്റർപ്രൈസസ് എന്ന് പറയാം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഗവൺമെൻറ് ഫ്രീ ആയിട്ട് പബ്ലിക്കിന് കൊടുക്കുന്ന, അല്ലെങ്കിൽ പബ്ലിക്കിന് കൊടുക്കുന്ന സർവീസിന് ഒരിക്കലും ബിസിനസ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ സപ്പോസ് ഒരു ഫ്രീ ആയിട്ട് എൻട്രി ഉള്ള ഒരു പബ്ലിക് പാർക്ക് ഉണ്ട്, അതിന് നമ്മൾ പബ്ലിക് എൻ്റർപ്രൈസ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. ഗവൺമെൻറ് ഒരു സർവീസോ അല്ലെങ്കിൽ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് ആക്ടിവിറ്റിയോ ഒക്കെ പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് സെല്ല് ചെയ്യുന്ന, മാർക്കറ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് മാനേജ് ചെയ്യുന്ന എൻ്റർപ്രൈസസിന് മാത്രമേ നമ്മൾ പബ്ലിക് എൻ്റർപ്രൈസസ് എന്ന് പറയുള്ളൂ. അതായത് ഇപ്പോൾ ഗവൺമെൻറ് ഒരു പാർക്ക് നിർമ്മിച്ചിട്ടുണ്ട് ഒരു ഫ്രീ എൻട്രിക്ക് വേണ്ടിയിട്ട്, അതൊരിക്കലും ഒരു പബ്ലിക് എൻ്റർപ്രൈസസ് അല്ല. അതായത് ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഒരു റിട്ടേൺ, ഒരു ക്യാഷിന് വേണ്ടിയിട്ട് സെല്ല് ചെയ്യുന്ന ടൈപ്പ് ഓർഗനൈസേഷനെ മാത്രമേ നമ്മൾ പബ്ലിക് എൻ്റർപ്രൈസസ് എന്ന് പറയുള്ളൂ. ഇതിൽ കുറച്ച് പബ്ലിക് എൻ്റർപ്രൈസസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഒന്ന് LIC, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, കോൾ ഇന്ത്യ ലിമിറ്റഡ്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ പ്രൈവറ്റ് ഇൻഡസ്ട്രീസ് ആയിരുന്നു, പ്രൈവറ്റ് കമ്പനികളായിരുന്നു ഇതെല്ലാം. ഇതൊക്കെ ഗവൺമെൻറ് അണ്ടർടേക്ക് ചെയ്തതാണ്. അതായത് നാഷണലൈസ് എൻറ്റിറ്റീസ് ആണ് ഇപ്പോൾ ഈ പറഞ്ഞത്. LIC കോർപ്പറേഷൻ അല്ലെങ്കിൽ കോൾ ഇന്ത്യ, ഇതൊക്കെ പബ്ലിക് കമ്പനീസാണ്, പബ്ലിക് എൻ്റർപ്രൈസസ് ആണ്. ഇതൊക്കെ ഒരു കാലത്ത് പ്രൈവറ്റ് എൻ്റർപ്രൈസസ് ആയിരുന്നു. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ താല്പര്യം കാരണം, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ മൊത്തം താല്പര്യം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഗവൺമെൻറ് ചെയ്തു, നാഷണലൈസ് ചെയ്തു. ഇനി ചില കമ്പനീസ് എന്ത് ചെയ്യും? ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്തില്ല, ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്ത കമ്പനീസ് തന്നെ ഉണ്ട്. ഇപ്പോൾ ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂള്, ഇതൊക്കെ എന്താണ്? ഇങ്ങനെ ചില കമ്പനീസ് ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്ത കമ്പനീസ് തന്നെ ഉണ്ട്. ഇപ്പോൾ ഇത് ഈ രണ്ട് കാറ്റഗറി, ഇപ്പോൾ നാഷണലൈസ്ഡ് ആയിക്കോട്ടെ, ഗവൺമെൻറ് പ്രൊമോട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ് സ്റ്റാർട്ടഡ് ആയിക്കോട്ടെ, ഇതിനൊക്കെ നമ്മൾ പബ്ലിക് എൻ്റർപ്രൈസസ് എന്ന് പറയാം. അതായത് ഈ ബിസിനസ്സുകൾ ഓൺ ചെയ്യുന്നതിൻ്റെ ഉടമസ്ഥാവകാശം, അതുപോലെ തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നതും, അവിടുത്തെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതും, ആ ബിസിനസ് റൺ ചെയ്യുന്നതും ഗവൺമെൻറ് നേരിട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള ഓർഗനൈസേഷൻസിനെയാണ് നമ്മൾ പബ്ലിക് എൻ്റർപ്രൈസസ് എന്ന് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം പ്രൈവറ്റ് ബസ്സുകൾ, അത് പ്രൈവറ്റ് ബിസിനസ്സുകളാണ്. എന്നാൽ നമ്മളെ KSRTC ഒരു ക്ലാസിക് എക്സാമ്പിളാണ്, ഒരു പബ്ലിക് എൻ്റർപ്രൈസിൻ്റെ ക്ലാസിക് എക്സാമ്പിളാണ്. അതായത് അത് ബിസിനസ് ഓൺ ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്, പക്ഷേ എങ്കിൽ കൂടെ അതിലൊരു സർവീസ് എന്നുള്ളൊരു മോട്ടീവ് കൂടെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ റൂറൽ ഏരിയസ് അല്ലെങ്കിൽ റിമോട്ട് ഏരിയയിലേക്കൊക്കെ സർവീസ് നടത്തുന്നുണ്ടാവും KSRTC. മറ്റ് ബസ്സുകൾ സർവീസ് നടത്താത്ത ഏരിയയിലേക്കും ചിലപ്പോൾ KSRTC സർവീസ് നടത്തുന്നുണ്ടാവും. കാരണം എന്താണ്? അവരെ ബിസിനസ്സാണ് അവരെ മോട്ടീവ് എങ്കിൽ കൂടെ അവർക്ക് നാഷണൽ പ്രൊട്ടക്റ്റ് അല്ലെങ്കിൽ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുക എന്നും കൂടെ ഒരു ഉത്തരവാദിത്വം തന്നെ ഈ പബ്ലിക് എൻ്റർപ്രൈസസിന് എപ്പോഴും ഉണ്ടായിരിക്കും. ഇനി പബ്ലിക് എൻ്റർപ്രൈസസിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് നോക്കാം. ഒന്നെന്താണ്? ഓണർഷിപ്പാണ്. ഓണർഷിപ്പ് പറഞ്ഞാൽ ഓൺഡ് ബൈ ദ ഗവൺമെൻറ്, ഒന്നെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്, അല്ലെങ്കിൽ ബോത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും ലോക്കൽ ബോഡി ഗവൺമെൻറ് ഓൺ ചെയ്യുന്നതായിരിക്കും പബ്ലിക് എൻ്റർപ്രൈസസ്. പിന്നെ ബഡ്ജറ്റ്, അതിൻ്റെ ക്യാപിറ്റൽ, അതിൻ്റെ മൂലധനം വരുന്നത് മെയിനായിട്ടും ഗവൺമെൻറ് ബഡ്ജറ്റിൽ നിന്നായിരിക്കും വരുന്നത്. പിന്നെ പബ്ലിക് അക്കൗണ്ടബിലിറ്റി, അതായത് ഈ പബ്ലിക് എൻ്റർപ്രൈസസ് എന്ന് പറയുമ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് തന്നെ പാർലമെൻറ്റിലും അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേറ്ററിലൊക്കെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദ്യങ്ങൾ ആരെങ്കിലും മെമ്പേഴ്സ് ഉന്നയിച്ചാൽ അതിനെ ആൻസർ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഗവൺമെൻറ്റിന് ഉണ്ടാവും. സർവീസ് ഓവർ പ്രോഫിറ്റ്, അതായത് ഈ പബ്ലിക് എൻ്റർപ്രൈസസിന് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതും അതിൻ്റെ കൂടെ തന്നെ അല്ലെങ്കിൽ അതിനെക്കാട്ടും കൂടുതൽ സർവീസ് ചെയ്യുക സിറ്റിസൺസിന്, അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക് സർവീസ് ചെയ്യുക എന്നുള്ളതും അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. ഇനി പബ്ലിക് എൻ്റർപ്രൈസസിൻ്റെ കുറച്ച് ഒബ്ജക്റ്റീവ്സ് നോക്കാം. ഒന്ന് തന്നെ റാപ്പിഡ് ഗ്രോത്ത്. അത് ചില ഏരിയയിൽ പ്രൈവറ്റ് കമ്പനികൾക്ക്
നിക്ഷേപം നടത്താൻ താല്പര്യമില്ലാത്ത മേഖല അല്ലെങ്കിൽ ഒരുപാട് ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുള്ള മേഖല ഉണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് റിസ്ക് ഉള്ള മേഖല ഉണ്ടാവും. ഇപ്പോൾ നമ്മളെ KSEB എന്താണ്? പ്രൈവറ്റ് ഒരു പബ്ലിക് എൻ്റർപ്രൈസാണ്, ഒരു ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ളൊരു ഓർഗനൈസേഷനാണ് KSEB. ഇങ്ങനത്തെ ഇതുപോലെ മാസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒക്കെ ആവശ്യമുള്ളത്, അല്ലെങ്കിൽ ഇതിപ്പോൾ ഒരു ജനങ്ങൾക്ക് അത്രയും ആവശ്യമുള്ളൊരു സാധനമാണ് ഇപ്പോൾ ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ റാപ്പിഡ് ഗ്രോത്ത് ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു നാഷണൽ അല്ലെങ്കിൽ ആ സ്റ്റേറ്റിൻ്റെ ഗ്രോത്ത് എന്നുള്ളതും കൂടെ അവർ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ആ ഗ്രോത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യും? ഇങ്ങനത്തെ പബ്ലിക് ഓർഗനൈസേഷൻസ് ഫോം ചെയ്യും. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ്. അതായത് ചില ബാക്ക്വേർഡ് ഏരിയാസ് അല്ലെങ്കിൽ റിമോട്ട് ഏരിയയിലൊക്കെ എന്ത് ചെയ്യും? ചിലപ്പോൾ ഗവൺമെൻറ് ഇതുപോലത്തെ ഫാക്ടറീസ് അല്ലെങ്കിൽ ബിസിനസ് സെറ്റ് ചെയ്ത് അവിടുത്തെ ആൾക്കാർക്കും കൂടെ ജോലി അവസരം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ചിലപ്പോൾ ഗവൺമെൻറ് ഇതുപോലെ പബ്ലിക് എൻ്റർപ്രൈസസ് ക്രിയേറ്റ് ചെയ്യും. പിന്നെ പ്രിവെൻറ്റിങ് മൊണോപ്പൊളീസ്. ഫോർ എക്സാമ്പിൾ എന്താ മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ മാത്രം ഒരു ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു കമ്പനി മാത്രം ഒരു ബിസിനസ് ചെയ്യുന്ന കണ്ടീഷനാണ് മൊണോപ്പൊളി. അതായത് ചില കാര്യങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഒരു കമ്പനി മാത്രമാണ് ആ ബിസിനസ് ചെയ്യുന്നത്, അപ്പോൾ അവർക്ക് അവിടെ ഒരു മൊണോപ്പൊളി ഉണ്ട്, ആ ഒരു പ്രൊഡക്റ്റിൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ അവരുടെ കയ്യിലാണ്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ എന്ത് ചെയ്യും? ഗവൺമെൻറ് അവരൊരു കൺട്രോൾ കുറക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു മൊണോപ്പൊളി ഒരു കുത്തക ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും? പബ്ലിക് എൻ്റർപ്രൈസസ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ മോഡൽ എംപ്ലോയർ. അതായത് ഇപ്പോൾ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ എന്ത് ചെയ്യും? അവർ ഒരു നല്ല ഫെയർ വേജും ബെനിഫിറ്റൊക്കെ എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. അവർ മറ്റ് പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക് ഒരു മാതൃകയായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ചിലപ്പോൾ ഗവൺമെൻറ് പബ്ലിക് എൻ്റർപ്രൈസസ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നമ്മൾ ഇന്ത്യയിൽ ഗവൺമെൻറ് കമ്പനീസിനെ 3 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് മഹാരത്ന, നവരത്ന ആൻഡ് മിനിരത്ന. മഹാരത്ന എന്ന് പറഞ്ഞാൽ അതായത് ഗ്ലോബൽ ഗെയിൻഡ് വിത്ത് മാസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് പവർ. അതായത് ചില ടൈപ്പ് ഓഫ് ബിസിനസ്സിൽ നമ്മളെ ഏറ്റവും വലിയൊരു പവറായിട്ട് നമ്മളെ ആ ഒരു കമ്പനിനെ മാറ്റുക എന്നുള്ളതും അതുപോലെ തന്നെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരുന്ന കമ്പനീസിലും ചിലപ്പോൾ എന്ത് ചെയ്യും? ഈ മഹാരത്ന കാറ്റഗറിയിലാണ് പെടുത്തുക. അപ്പോൾ നമ്മൾ ONGC, ഇന്ത്യൻ ഓയിൽ, കോൾ ഇന്ത്യ ഇതുപോലത്തെ കമ്പനീസ് എന്ത് ചെയ്യും? അതൊരു ഗ്ലോബൽ ഗെയിൻഡാണ്, ഒരു ഇൻ്റർനാഷണലി അറിയപ്പെടുന്ന ഒരു കമ്പനിയാണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യും? അവർക്ക് മാസീവ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ആ ഒരു സെക്ടറിൽ നടത്തേണ്ടതും കൂടെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇതുപോലത്തെ കമ്പനീസിന് പൊതുവെ പറയുന്ന പേരാണ് മഹാരത്ന. പിന്നെ നവരത്ന എന്ന് പറയുമ്പോൾ അതായത് ഹൈ പെർഫോമിംഗ് കമ്പനീസ് വിത്ത് ഓട്ടോണമി ഇൻ ജോയിൻറ്റ് വെഞ്ചേഴ്സ്. അതായത് ഈ കാറ്റഗറിയിൽ വരുന്ന കമ്പനി എന്ന് പറഞ്ഞാൽ ഹൈ പെർഫോം ചെയ്യുന്ന കമ്പനീസ് ആയിരിക്കും. ഇപ്പോൾ ഭാരതി ഇലക്ട്രോണിക്, HAL, MNTL ഇതുപോലത്തെ കമ്പനീസൊക്കെ എന്ത് ചെയ്യും? ഈ നവരത്ന എന്നുള്ള കാറ്റഗറിയിൽ വരുന്നതാണ്. അതായത് ഹൈ പെർഫോമിംഗ് കമ്പനീസാണ് ഇങ്ങനത്തെ. ഇപ്പോൾ ഒരു ഗവൺമെൻറ് കമ്പനി ഈ ഒരു കാറ്റഗറിയിലാണ് വരുന്നതെങ്കിൽ അതിനെ നവരത്ന എന്ന് പറയാം. പിന്നെ മിനിരത്ന എന്ന് പറയുമ്പോൾ ചെറിയ ബിസിനസ് ആയിരിക്കും. അത് ചെറിയ ബിസിനസ് ബട്ട് പ്രോഫിറ്റബിൾ യൂണിറ്റ് ഗിവൺ. അതായത് ആ ബിസിനസ്സിന് അവിടെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ഓട്ടോണമി, ഒരു അധികാരം ആ ബിസിനസ്സിന് നൽകിയിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ അതൊക്കെ ഒരു ഇതിൻ്റെ എക്സാമ്പിളാണ്. അതായത് ചെറിയ യൂണിറ്റ് ആയിരിക്കും, ചെറിയ ബിസിനസ് ആയിരിക്കും കമ്പാരിറ്റീവ്ലി മറ്റ് 2 കാറ്റഗറി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ എന്ത് ചെയ്യും? അവർക്ക് ഫൈനാൻഷ്യലി അവർ പ്രോഫിറ്റബിൾ ആയിരിക്കും. അതുപോലെ തന്നെ അവർക്ക് ഫൈനാൻഷ്യൽ ഓട്ടോണമി, ചില കാര്യങ്ങൾ അവർക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരവും ഗവൺമെൻറ് നൽകിയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ കമ്പനിയാണ് മിനിരത്ന എന്ന് പറയാം. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നോക്കാം. പ്രോബ്ലം ഫേസ്ഡ് ബൈ പബ്ലിക് എൻ്റർപ്രൈസസ്. അതായത് ഇന്ത്യയിലെ പബ്ലിക് എൻ്റർപ്രൈസസ് അല്ലെങ്കിൽ ലോകത്തൊട്ടാകെ തന്നെയും പബ്ലിക് കമ്പനീസ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്? ഒന്ന് ബ്യൂറോക്രസിയാണ്. അതായത് ഒരുപാട് എംപ്ലോയീസ് അല്ലെങ്കിൽ ഒരുപാട് ഉദ്യോഗസ്ഥർ അതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തീരുമാനങ്ങൾ എടുക്കാനൊക്കെ എന്ത് ചെയ്യും? ചിലപ്പോൾ ഒരുപാട് കാലതാമസം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. റെഡ് ടാപ്പിസ് എന്ന് പറയും നമ്മൾ. അതായത് ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കും. ചില ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എടുക്കേണ്ട തീരുമാനങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യും? ബ്യൂറോക്രസി കൊണ്ട് മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് ഡിലേ ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ലാക്ക് ഓഫ് പ്രൊഫഷണലിസം. നമുക്കറിയാം ബിസിനസ് മാനേജ് ചെയ്യുക എന്നുള്ള ഒരു സെപ്പറേറ്റ് സ്കിൽ സെറ്റാണ്. നോർമലി പബ്ലിക് എൻ്റർപ്രൈസസ് മാനേജ് ചെയ്യുന്നത് ഗവൺമെൻറ് സർവൻസ് ആയിരിക്കും. അതായത് ഇവർക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും? അവർക്ക് ഗവൺമെൻറ് റിലേറ്റഡ് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ അവർ എക്സ്പെർട്ട് ആയിരിക്കും. പക്ഷേ ബിസിനസ് മാനേജ് ചെയ്യുക എന്നുള്ളൊരു സെപ്പറേറ്റ് ഒരു കഴിവാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഈ എംപ്ലോയീസിന് അല്ലെങ്കിൽ ഈ ഒരു ആൾക്കാർക്ക്, ഇത് മാനേജ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു ബിസിനസ് മാനേജ് ചെയ്യുന്നുള്ള കഴിവ് ചിലപ്പോൾ ഉണ്ടായിക്കോളണം എന്നില്ല. പിന്നെ അടുത്തൊരു പ്രോബ്ലമാണ് ഓവർ സ്റ്റാഫിങ്. അതായത് നോർമലി ആവശ്യമുള്ള ഒരു കമ്പനിയിൽ ആവശ്യമുള്ളതിനെക്കാട്ടും കൂടുതൽ ആൾക്കാരെ ചിലപ്പോൾ അവർ പ്ലേസ് ചെയ്യും. അവരെന്തെങ്കിലും
മോർ വർക്കേഴ്സ് ദാൻ ആക്ച്വൽ നീഡ്. അതായത് കൂടുതൽ ആവശ്യമുള്ളതിനെക്കാട്ടും കൂടുതൽ എംപ്ലോയീസിനെ ചിലപ്പോൾ ഓരോ കമ്പനിയിൽ പ്ലേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അപ്പോൾ കമ്പനീൻ്റെ കോസ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് കൂടും. പിന്നെ പൊളിറ്റിക്കൽ ഇൻ്റർഫറൻസ് നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ ഒരു ഗവൺമെൻറ് മാറിക്കഴിഞ്ഞാൽ അവരെ കാഴ്ചപ്പാട്, അവരെ നിലപാടൊക്കെ മാറും, അവരെ പോളിസീസ് മാറും. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഈ ബിസിനസ്സിൻ്റെ പെർഫോമൻസും ഇതിനനുസരിച്ച് എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് ചിലപ്പോൾ ഇവർ കമ്പനീൻ്റെ പോളിസി മാറ്റും, മറ്റു കാര്യങ്ങളൊക്കെ മാറ്റും. അതെന്ത് ചെയ്യും, ബിസിനസ്സിൻ്റെ സ്റ്റേബിളായിട്ടുള്ള പെർഫോമൻസിനെ ബാധിക്കും. ഇത് പബ്ലിക് എൻ്റർപ്രൈസസ് ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ്. ഇനി പബ്ലിക് എൻ്റർപ്രൈസസിനെ 3 രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് ഡിപ്പാർട്ട്മെൻ്റൽ ഓർഗനൈസേഷൻ, 2 പബ്ലിക് അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ, 3 ഗവൺമെൻറ് കമ്പനീസ്. ഈ 3 രീതിയിൽ നമുക്ക് പബ്ലിക് എൻ്റർപ്രൈസസിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് ഡിപ്പാർട്ട്മെൻ്റൽ ഓർഗനൈസേഷൻ. ഡിപ്പാർട്ട്മെൻ്റൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു ബിസിനസ്, ആ ഒരു കമ്പനി മാനേജ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം റെയിൽവേ നമുക്കറിയാൻ പറ്റും. റെയിൽവേ എന്നുള്ളത് മിനിസ്ട്രി ഓഫ് റെയിൽവേൻ്റെ ഡയറക്റ്റ് കൺട്രോളിലുള്ളതാണ്. ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൺട്രോളിലുള്ള ബിസിനസ്സാണ്. അപ്പോൾ ഇതുപോലത്തതാണ് ഒരു മാനേജർ ബൈ എ മിനിസ്റ്റർ. അതിനൊരു മിനിസ്റ്റർ ഉണ്ടാവും, അതിൻ്റെ എംപ്ലോയീസ് അധികം സിവിൽ സർവൻ്റ് ആയിരിക്കും, ഫൗണ്ടഡ് ബൈ ദ ബജറ്റ്, അതായത് ഗവൺമെൻറ് ബജറ്റൊക്കെ പാസ്സാക്കിയിട്ടാണ് അത് ആ ഒരു ബിസിനസ് മാനേജ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ മാക്സിമം ഗവൺമെൻറ് കൺട്രോളായിരിക്കും. ആ ഒരു ബിസിനസ് എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ അത്രയും കൺട്രോളിലായിരിക്കും. അതുപോലെ തന്നെ ഹൈ സീക്രസി ആയിരിക്കും. ആ ബിസിനസ്സിലെ രഹസ്യങ്ങൾ മാക്സിമം സീക്രട്ട് ആയിട്ട് നിൽക്കും, ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഡിഫൻസ്, പ്രതിരോധ മേഖലയിലൊക്കെ ഇതുപോലത്തെ കമ്പനീസാണ് ഉണ്ടാവുക. എന്നാൽ അതിൻ്റെ കുറേ ലിമിറ്റേഷൻ എന്താണ്, നോ ഫ്ലെക്സിബിലിറ്റി കുറവായിരിക്കും. അതുപോലെ തന്നെ റെഡ് ടാപ്പിസം നമ്മൾ പറഞ്ഞു. റെഡ് ടാപ്പിസം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ചുവപ്പ് നാടയിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഡിലേ ആയിട്ട് അങ്ങനെ നിൽക്കും. അതുപോലെ തന്നെ ഇത് മാനേജ് ചെയ്യുന്നത് സിവിൽ സർവൻസ് ആയിരിക്കും. അവർക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, ബിസിനസ് മാനേജ് ചെയ്യാനുള്ള കഴിവ് അത്രത്തോളം ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ അത് ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻസ് ആണ്. ഇനി പബ്ലിക് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ്, അതായത് ഇത് ഗവൺമെൻറ് പാർലമെൻറ്റിൽ ഒരു ആക്ട് പാസ്സാക്കിയിട്ട് ആ ആക്ടിൻ്റെ ബേസിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനിയാണ് പബ്ലിക് അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണിത്. അതിന് സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളുണ്ടാവും. ഫൈനാൻഷ്യലി ആ ഒരു യൂണിറ്റ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, ഒന്ന് ഗവൺമെൻറ് പവർ പ്ലസ് പ്രൈവറ്റ് ഫ്ലെക്സിബിലിറ്റി. അതായത് ഗവൺമെൻറ്റിൻ്റെ കൺട്രോൾ തന്നെ ആയിരിക്കും, പക്ഷേ അവിടെ ഒരു കുറച്ചും കൂടെ ഫ്ലെക്സിബിലിറ്റി ആയിരിക്കും. പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ ഒരു മിനിസ്റ്ററെ ഡയറക്റ്റ് കൺട്രോളിലായിരിക്കും അത്, പക്ഷേ ഇവിടെ കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ഉണ്ടായിരിക്കും. പിന്നെന്താണ് ഇതിൻ്റെ ലിമിറ്റേഷൻ എന്താണ്, ചേഞ്ചിങ് ദ ആക്ട് ഈസ് ഡിഫിക്കൽട്ട്, ഹാർഡ് ടു അഡാപ്റ്റ് മാർക്കറ്റ് ചേഞ്ചസ് ക്വിക്ക്ലി. അതായത് ഈ ബിസിനസ്സിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഒരു കാര്യം ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ നിയമം തന്നെ മാറ്റേണ്ടി വരും. ചിലപ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ മാർക്കറ്റിൽ ഒരു ചേഞ്ച് വന്നു, അതിനനുസരിച്ച് ബിസിനസ്സിൽ ഒരു ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ, അതിൻ്റെ സ്ട്രക്ചറിൽ ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ ആ ബിസിനസ് സ്ട്രക്ചർ തന്നെ മാറ്റണം. ആ ബിസിനസ് സ്ട്രക്ചർ മാറ്റുക എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റിൽ ഒരു നിയമം തന്നെ മാറ്റേണ്ടി വരും. അപ്പോൾ അതെന്ത് ചെയ്യും, ഒരുപാട് സമയമെടുക്കും. ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് LIC, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, FCI, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇതൊക്കെ എന്താണ്, പബ്ലിക് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഇനി മൂന്നാമത്തെ ഫോമാണ് ഗവൺമെൻറ് കമ്പനി. ഗവൺമെൻറ് കമ്പനി എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിന് ഏതെങ്കിലും ഒരു കമ്പനിയിൽ 51 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ശതമാനം ഷെയർ ഉണ്ടെങ്കിൽ ആ കമ്പനിയാണ് ഗവൺമെൻറ് കമ്പനീസ് എന്ന് പറയുക. എന്താണ് ഈ 51ൻ്റെ പ്രത്യേകത, 51% ഷെയർ ഒരു ആൾക്ക് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ ഉണ്ടെങ്കിൽ അയാളായിരിക്കും അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക. ആ 51% ഷെയറുള്ള ആളുകൾക്ക്, ആ ഒരു ഷെയറുള്ള പാർട്ടിക്ക് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും ആ ബിസിനസ്സിൻ്റെ തീരുമാനത്തിൽ നിർണായകമായിട്ടുള്ള സ്വാധീനം ചെലുത്താനും സാധിക്കും. കാരണം എന്താണ്, ഒരു കമ്പനിയിൽ ഒരു ബോർഡ് മീറ്റിങ്ങിൽ ഒരു തീരുമാനം എടുക്കുക, അവിടെ വോട്ടിങ്ങിന് ഇട്ടിട്ടാണ്. അപ്പോൾ 51% എന്ന് പറയുമ്പോൾ അത് മേജർ ഹോൾഡ് ഔട്ട് ആയി. അപ്പോൾ ആ 51% ആരുടെ കയ്യിലാണ് കൺട്രോൾ ഉള്ളത്, അവരെ ഇഷ്ടത്തിനനുസരിച്ചാണ് ബിസിനസ്സിൽ തീരുമാനങ്ങൾ നടപ്പിലാവുക. അപ്പോൾ ഗവൺമെൻറ് കമ്പനീസ് എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ്സിൽ ഗവൺമെൻറ്റിന് 51% അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഓണർഷിപ്പ് ഉണ്ടെങ്കിൽ അതിനെയാണ് ഗവൺമെൻറ് കമ്പനീസ് എന്ന് പറയുക. ഇതിപ്പോൾ എന്താണ്, നോർമൽ കമ്പനീസ് ആണ്. ഏത് കമ്പനി ഇപ്പോൾ പ്രൈവറ്റ് കമ്പനി തന്നെ ആയിക്കോട്ടെ, അതിൽ 51% ഷെയർ ഗവൺമെൻറ്റിന് ഉണ്ടെങ്കിൽ അതൊരു ഗവൺമെൻറ് കമ്പനിയാണ്. ഇതിൻ്റെ കുറച്ച് മെറിറ്റ്സ് എന്തൊക്കെയാണ്, ഈസിയസ്റ്റ് ടു ഫോം. അതായത് ഗവൺമെൻറ്റിന് ഒരു ബിസിനസ് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ 51% ഷെയർ വാങ്ങിച്ചാൽ മാത്രം മതി. മോർ ഫ്ലെക്സിബിൾ ആണ്, പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് ഈസ് പോസിബിൾ. അതായത് ഗവൺമെൻറ് കമ്പനീസിൽ അധികം പ്രൊഫഷണൽ മാനേജ്മെൻറ്റിനായിരിക്കും ഉണ്ടാവുക. കാരണം അവിടെ ഗവൺമെൻറ് സർവൻസ് ഒന്നും അല്ല ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുക.
ഇനി അതിൻ്റെ ലിമിറ്റേഷൻ എന്താണ്? ഇപ്പം നമ്മൾ പറഞ്ഞു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റിൽ ഒരു ലോ പാസ്സാക്കിയിട്ടാണ് ആ ബിസിനസ് ഫോം ചെയ്യുന്നത്. എന്നാൽ ഗവൺമെൻറ് കമ്പനീസിൽ അങ്ങനത്തെ നിയമങ്ങളൊന്നും പാസ്സാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇതിൻ്റെ അക്കൗണ്ടബിലിറ്റി ലോസ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താണ്, ഇത് സ്പെഷ്യൽ നിയമമൊന്നും പാസ്സാക്കിയിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇതിൻ്റെ സ്ക്രൂട്ടിനി ഈ ബിസിനസ് പാർലമെൻറ്റിനെ ഈ ഒരു ബിസിനസ്സിനെ കൺട്രോൾ ചെയ്യാനും ചിലപ്പോൾ സാധിച്ചോളുന്നില്ല. കാരണം എന്താണ്, ഈ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം നിയമങ്ങളൊന്നും പാസ്സാക്കിയിട്ട് വന്നിട്ടുള്ള കമ്പനിയല്ലത്. ഇത് ഗവൺമെൻറ്റിന് ആ ബിസിനസ്സിൽ 51% അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഓണർഷിപ്പ് ഉള്ളത് കൊണ്ട് ഗവൺമെൻറ് അത് കൺട്രോൾ ചെയ്യുന്നേ ഉള്ളൂ. ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾ: ONGC, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, IOLC, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഇതൊക്കെ ഗവൺമെൻറ് കമ്പനീസിൻ്റെ എക്സാമ്പിളാണ്. അതായത് ഈ കമ്പനീസിലൊക്കെ മേജർ പോർഷൻ ഷെയർ ഹാൻഡിൽ ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ 3 ഫോമിൻ്റെ ഫീച്ചേഴ്സാണ് നോക്കാൻ പോകുന്നത്. ഒന്ന് ഡിപ്പാർട്ട്മെൻറ്റൽ ഓർഗനൈസേഷൻ, പബ്ലിക് കോർപ്പറേഷൻ, ഗവൺമെൻറ് കമ്പനി. ഡിപ്പാർട്ട്മെൻറ്റൽ ഓർഗനൈസേഷൻ മിനിസ്ട്രി ഓർഡറിലാണ് അത് ഫോർമേറ്റ് ചെയ്യുന്നത്. അതായത് ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലായിരിക്കും അത് ഓപ്പറേറ്റ് ചെയ്യുക. പബ്ലിക് കോർപ്പറേഷൻ ആകുമ്പോൾ സ്പെഷ്യൽ പാർലമെൻറ്റിൽ ഒരു നിയമം പാസ്സാക്കിയിട്ടാണ് അത് ഫോം ചെയ്യുന്നത്. ഗവൺമെൻറ് കമ്പനി ആകുമ്പോൾ കമ്പനീസ് ആക്ടിലെ നിയമങ്ങളാണ് അവിടെ ബാധകമാവുക. പിന്നെ ലീഗൽ സ്റ്റാറ്റസ്: ഡിപ്പാർട്ട്മെൻറ്റൽ ഓർഗനൈസേഷന് നോ സ്പെഷ്യൽ ഐഡൻറ്റിറ്റി. ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് സ്പെഷ്യൽ ഐഡൻറ്റിറ്റി ഒന്നും ഉണ്ടാവില്ല. എന്നാൽ പബ്ലിക് കോർപ്പറേഷനും ഗവൺമെൻറ് കമ്പനീസിനും സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ടായിരിക്കും. പിന്നെ എംപ്ലോയീസ്: ഡിപ്പാർട്ട്മെൻറ്റൽ ഓർഗനൈസേഷന് സിവിൽ സർവൻ്റ് ആയിരിക്കും, അതായത് IAS ഓഫീസേഴ്സൊക്കെ ആയിരിക്കും ആ ഒരു കമ്പനീൻ്റെ ഏറ്റവും ടോപ്പിലുണ്ടായിരിക്കാം. എന്നാൽ പബ്ലിക് കോർപ്പറേഷനും ഗവൺമെൻറ് കമ്പനീസിലും കോൺട്രാക്ട് എംപ്ലോയീസ് ആയിരിക്കും. പിന്നെ ഫൈനാൻസ്: ഡിപ്പാർട്ട്മെൻറ്റൽ ഓർഗനൈസേഷൻസ് ഫൈനാൻസ്, അതായത് കമ്പനി അതിൻ്റെ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതായത് മൂലധനം സ്വരൂപിക്കുന്നത് ഗവൺമെൻറ് ട്രഷറിയിൽ നിന്നായിരിക്കും. എന്നാൽ പബ്ലിക് കോർപ്പറേഷനും ഗവൺമെൻറ് കമ്പനീസും ഓൺ ഏണിങ്സും ബോറോയിങ്സും ഒക്കെ ആയിട്ടാണ് അവർ ഫണ്ട് കണ്ടെത്തുക. ഇനി ഓട്ടോണമി, അതായത് ഓട്ടോണമി പറഞ്ഞാൽ സ്വയാധികാരം. ഡിപ്പാർട്ട്മെൻറ്റൽ ഓർഗനൈസേഷന് സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം കുറവായിരിക്കും. പബ്ലിക് കോർപ്പറേഷൻ ഒരു മീഡിയം ലെവലിലായിരിക്കും ഉണ്ടാവുക. എന്നാൽ ഗവൺമെൻറ് കമ്പനീസ് ആകുമ്പോൾ അവിടെ ഓട്ടോണമി വളരെ കൂടുതലായിരിക്കും. ഇനി ബെസ്റ്റ് സ്യൂട്ട് ഫോർ ഏതൊക്കെ മേഖലയിലേക്കാണ് ഈ 3 സ്യൂട്ട് ആവുക? ഒന്ന് ഡിപ്പാർട്ട്മെൻറ്റൽ ഓർഗനൈസേഷൻസ്, ഒന്ന് ഡിഫൻസ്, റെയിൽവേ, പോസ്റ്റേജ്, ഇതുപോലത്തെ സർവീസിനൊക്കെ ഏറ്റവും നല്ലത് ഡിപ്പാർട്ട്മെൻറ്റൽ ഓർഗനൈസേഷനാണ്. ഇനി പബ്ലിക് കോർപ്പറേഷൻ ആകുമ്പോൾ ഇപ്പോൾ പബ്ലിക് യൂട്ടിലിറ്റീസ്, വാട്ടർ, പവർ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസ് ആണെങ്കിൽ പബ്ലിക് കോർപ്പറേഷനാണ് ഏറ്റവും നല്ലത്. എന്നാൽ ഗവൺമെൻറ് കമ്പനി ആകുമ്പോൾ അവിടെ പ്രോപ്പർ ട്രേഡിങ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഒക്കെ ചെയ്യുന്ന ബിസിനസ് ആണെങ്കിൽ അവിടെ ഏറ്റവും നല്ലത് ഗവൺമെൻറ് കമ്പനി എന്നുള്ള ഫോമാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്കും ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി. എന്താണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്? എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ്? ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുക. എന്നാൽ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ്സിലുള്ള ഷെയർ നമ്മൾ സെല്ല് ചെയ്യുന്നതിനാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയാം. അതായത് ഗവൺമെൻറ് കമ്പനീസിൽ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് അതിൻ്റെ ഷെയർസ്, പബ്ലിക് എൻ്റർപ്രൈസസിലുള്ള ഷെയർസ് പബ്ലിക്കിലേക്ക് സെല്ല് ചെയ്യുന്നതിനാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയാം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗവൺമെൻറ്റിന് ഒരു കമ്പനിയിൽ ഒരു 100 ഷെയർ ഉണ്ട് അല്ലെങ്കിൽ ഒരു 1000 ഷെയർ ഉണ്ട്. ആ ഷെയർ പബ്ലിക്കിലേക്ക് സെല്ല് ചെയ്യുന്നതിനാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയാം. അതിൽ 2 കാറ്റഗറിയാണുള്ളത്. ഒന്ന് മൈനോറിറ്റി സ്റ്റോക്ക് സെയിൽ. അതായത് ഈ ഒരു മൈനോറിറ്റി സ്റ്റേക്ക് സെയിലിൽ ഗവൺമെൻറ്റിന് ഒരിക്കലും ആ ഒരു ബിസിനസ്സിലെ കൺട്രോൾ നഷ്ടപ്പെടുന്നില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഗവൺമെൻറ്റിന് 100% കൺട്രോളുള്ളൊരു ബിസിനസ്സാണ്. ഈ മൈനോറിറ്റി സ്റ്റേക്ക് സെയിലിൽ 51% ഷെയർ എന്തായാലും ബിസിനസ് സെല്ല് ചെയ്യാൻ പോകുന്നില്ല. അതായത് ഒരു 20% സെല്ല് ചെയ്യും, അല്ലെങ്കിൽ 49% വരെ സെല്ല് ചെയ്യും. ഇതിനാണ് മൈനോറിറ്റി സ്റ്റോക്ക് സെയിൽ എന്ന് പറയാം, സ്റ്റേക്ക് സെയിൽ എന്ന് പറയാം. ഈ മൈനോറിറ്റി സ്റ്റേക്ക് സെയിൽ ചെയ്തു കഴിഞ്ഞാലും ഗവൺമെൻറ്റിന് ആ ഒരു ബിസിനസ്സിലുള്ള കൺട്രോൾ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. കാരണം 51% അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഷെയർ ഇപ്പോഴും ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ തന്നെയാണ് കീപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് അവിടെ കൺട്രോൾ നഷ്ടപ്പെടുന്നില്ല. എന്നാൽ സ്ട്രാറ്റജിക് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഗവൺമെൻറ് അതിൻ്റെ മേജർ പോർഷനും പുറത്തേക്ക് അല്ലെങ്കിൽ പബ്ലിക്കിലേക്ക് സെല്ല് ചെയ്യുക. അതായത് ഗവൺമെൻറ്റിന് ഒരു പബ്ലിക് കമ്പനി അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് കമ്പനി പ്രൈവറ്റ് കമ്പനി ആക്കുന്ന പ്രോസസ്സാണ് സ്ട്രാറ്റജിക് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ഈ ഒരു കേസിൽ ഇപ്പോൾ 50% അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഷെയർ പ്രൈവറ്റ് പാർട്ടീസിന് ഗവൺമെൻറ് സെല്ല് ചെയ്യുന്നതാണ് സ്ട്രാറ്റജിക് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ആ ഒരു കമ്പനി ഗവൺമെൻറ്റിന് അതിൻ്റെ കൺട്രോൾ ഏതെങ്കിലും പ്രൈവറ്റ് പാർട്ടീസിന് അല്ലെങ്കിൽ പബ്ലിക്കിന് ഹാൻഡ് ഓവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ
അവർ സ്ട്രാറ്റജിക് ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ സമ്മറി ഒന്ന് നോക്കാം. ഒന്ന് പബ്ലിക് എൻ്റർപ്രൈസ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പബ്ലിക് എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്, അതായത് സ്റ്റേറ്റ്, സെൻട്രൽ അല്ലെങ്കിൽ ലോക്കൽ ബോഡി ഗവൺമെൻറ് ഓൺ ചെയ്യുന്ന, അതായത് അവരുടെ ഉടമസ്ഥതയിലുള്ള, അവർ മാനേജ് ചെയ്യുന്ന ബിസിനസ്സിനെയാണ് പബ്ലിക് എൻ്റർപ്രൈസസ് എന്ന് പറയാം. ഇതിൻ്റെ പബ്ലിക് എൻ്റർപ്രൈസിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ്? ഒന്ന് സോഷ്യലും എക്കണോമിക്കലും ആയിട്ടുള്ള ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് പബ്ലിക് എൻ്റർപ്രൈസസിൻ്റെ ലക്ഷ്യം. പിന്നെ ഗവൺമെൻറ് കമ്പനീൻ്റെ റൂൾ എന്ന് പറഞ്ഞു, ഒരു കമ്പനി ഗവൺമെൻറ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ 51% അല്ലെങ്കിൽ അതിൽ കൂടുതൽ അതിൻ്റെ ഷെയർ ഒന്നെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിലായിരിക്കണം. അങ്ങനത്തെ കമ്പനീസിനെയാണ് ഗവൺമെൻറ് കമ്പനി എന്ന് പറയാം. പിന്നെ നമ്മൾ പറഞ്ഞു ഡിപ്പാർട്ട്മെൻ്റൽ ഓർഗനൈസേഷൻ, അതായത് ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലുള്ള കമ്പനീസിനെയാണ് ഡിപ്പാർട്ട്മെൻ്റൽ ഓർഗനൈസേഷൻ എന്ന് പറയാം. പിന്നെ പബ്ലിക് കോർപ്പറേഷൻ, അതിന് ലീഗൽ അറ്റോണമി ഉണ്ടായിരിക്കും. ഒരു പാർലമെൻറ്റിൽ ഒരു ആക്ട് പാസ്സാക്കിയിട്ടാണ് പബ്ലിക് കോർപ്പറേഷൻസ് ഫോം ചെയ്യുക. പിന്നെ ഗവൺമെൻറ് കമ്പനി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും കമ്പനിയിൽ ഗവൺമെൻറ്റിൽ 51 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഷെയർ ഉള്ള കമ്പനീസിനാണ് ഗവൺമെൻറ് കമ്പനീസ് എന്ന് പറയാം. പിന്നെ ഗവൺമെൻറ് പബ്ലിക് കമ്പനീസിൻ്റെ 3 തരത്തിലുള്ള കാറ്റഗറി എന്ന് പറഞ്ഞു, മഹാരത്ന, നവരത്ന, മിനിരത്ന. അതുപോലെ തന്നെ പബ്ലിക് എൻ്റർപ്രൈസസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഒബ്ജക്റ്റീവ്സാണ്. ഒന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതും അതുപോലെ തന്നെ പബ്ലിക്കിന് സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും. ഇത് രണ്ടും പബ്ലിക് കമ്പനീസിൻ്റെ ഒബ്ജക്റ്റീവ്സാണ്. എന്നാൽ ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എപ്പോഴും പ്രോഫിറ്റ് ആയിരിക്കും. എന്നാൽ ഗവൺമെൻറ് കമ്പനീസ് അല്ലെങ്കിൽ ഗവൺമെൻറ് പബ്ലിക് എൻ്റർപ്രൈസസ് ഇത് രണ്ടിനെയും ബാലൻസ് ചെയ്തിട്ടാണ് എപ്പോഴും ഓപ്പറേറ്റ് ചെയ്യുക. അതായത് പ്രോഫിറ്റും അതുപോലെ തന്നെ സർവീസ് ചെയ്യുക എന്നുള്ളതും, അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയർ എന്നുള്ളതും, അല്ലെങ്കിൽ അതിൻ്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് എപ്പോഴും പബ്ലിക് കമ്പനീസ് അല്ലെങ്കിൽ പബ്ലിക് എൻ്റർപ്രൈസസ് ഓപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മളിന്ന് ഈ ചാപ്റ്ററിൽ കവർ ചെയ്തത്. ഈ ചാപ്റ്ററിന് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.